ഹായ് എവ്രി വൺ. ജൂൺ 5 ഫേസ് പാലറ്റിൽ ഇന്റർനാഷണലി സർട്ടിഫൈഡ് ആയ ഡിപ്ലോമ ആൻഡ് ബ്രൈഡൽ സ്റ്റുഡൻസിൻ്റെ ഗ്രാജുവേഷൻ ഡേ ആയിരുന്നു. അന്നത്തെ കുറച്ച് മൊമെൻറ്റ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ സ്വന്തം ലക്ഷ്മി മാമും ഫേസ് പാലറ്റ് ടീമും ഗ്രാജുവേറ്റ് ആയ 27 സ്റ്റുഡൻസും അവരുടെ പ്രിയപ്പെട്ടവരും എല്ലാവരും ചേർന്ന ഒരു ദിവസം തന്നെയായിരുന്നു ഗ്രാജുവേഷൻ ഡേ. ഗ്രാജുവേഷൻ സെറമണിക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും വെൽക്കം ചെയ്തതിന് ശേഷം ഗ്രാജുവേറ്റ് ആയ എല്ലാ സ്റ്റുഡൻസിനും സർട്ടിഫിക്കറ്റ്സ് ഹാൻഡ് ഓവർ ചെയ്തു. ആ ഒരു മൊമെന്റ് അവർക്കെല്ലാം വളരെ ഇമോഷണൽ ആൻഡ് പ്രൗഡ് മൊമെന്റ് തന്നെയായിരുന്നു. എല്ലാ സ്ത്രീകളും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണമെന്നും ഏതൊരു തൊഴിലിനും അതിൻ്റെതായ ഇന്റഗ്രിറ്റിയും വാല്യൂയും ഉണ്ടെന്നുള്ളതും സ്റ്റുഡൻസിന് മാം പറഞ്ഞു കൊടുത്തു. പഠിച്ചു. പക്ഷെ ഒരു ജോലിയിൽ കയറി അധ്വാനിക്കാന്ന് പറയുന്നത് ഒരു യോഗ. കീപ് ദാറ്റ് ഇൻ മൈൻഡ് ഓൾവേസ്. ഒരു ജോലിയിലും കുറവും കൂടുതലും എന്ന രീതിയിൽ ഒരിക്കലും ചിന്തിക്കരുത്. അധ്വാനിക്കാന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ലൈഫിൽ ഒരു റോളുണ്ട്. ഈശ്വരൻ ജനിപ്പിച്ച് ഇവിടെ എത്തേന് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ചില റോൾസ് ഉണ്ട്. നോ മാറ്റർ വാട്ട് പ്രൊഫഷൻ യു ഡു, അതിനെല്ലാത്തിനും ഇന്റഗ്രിറ്റിയും വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കി തൊഴിൽ ചെയ്യുക. നമ്മൾ ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പഠിച്ചത്. എന്റെ മാസ്റ്റേഴ്സ് ഡിഫറെന്റ് ആണ്. ഞാൻ പഠിച്ചത് UK എന്നാണ്. ഞാൻ ബിസിനസ് ഓൺടർപ്രീനർഷിപ്പ് ആണ് പഠിച്ചത്. പക്ഷെ ഇന്ന് മേക്കപ്പ് പ്രൊഫഷണൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഓൾവേസ് റിമെമ്പർ, ഞാൻ ഇതാണ് പഠിച്ചത്, പക്ഷെ നീ എന്തിനാ ഈ തൊഴിൽ ചെയ്യുന്നേ? ഈ തൊഴിലെന്ന് പറയുന്നതിനാണ് എനിക്ക് കോഴ്സ് പറയാനുള്ളത്. ഞാൻ ഈ തൊഴിലാ ചെയ്യുന്നതെന്ന് പറയുന്നതിന് വ്യത്യാസമുണ്ട്. അപ്പൊ ജോലി എന്തോ ആയിക്കോട്ടെ, അതിൽ അധ്വാനിക്കാന്ന് പറയുന്ന ഒരു യോഗമാണ്. ബട്ട് യു ആർ ഏർണിംഗ്, ദാറ്റ് മാറ്റേഴ്സ്. നിങ്ങൾ എത്ര ഏൺ ചെയ്യുന്നു എന്നുള്ളത് അല്ല ഇവിടെ സബ്സ്റ്റാൻഷ്യൽ കാര്യം. നിങ്ങൾ എത്ര ഏൺ ചെയ്താലും നിങ്ങൾ ഏൺ ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണെന്ന് എപ്പോഴും മനസ്സിലാക്കുക. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. ആസ് വിമൻ യു നീഡ് ടു ഏൺ മണി, യു നീഡ് ടു ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്. അതിൽ ഒരു രീതിയിലും ഒരു കോംപ്രമൈസ് പാടില്ല. അത് എത്രയും നല്ലത് കാര്യമില്ല. ഈശ്വരൻ അനുഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ഇനിയും വളരാം, ഇനി അധ്വാനിക്കാം. പക്ഷെ നിങ്ങൾ ഏൺ ചെയ്യുന്നു, അതൊരു വലിയ കാര്യമാണ്. ആ ഏൺ ചെയ്യുന്നത് നിങ്ങളുടെയാണ്. നിങ്ങൾക്ക് തരുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നിങ്ങൾക്ക് മാനസികമായി നൽകുന്ന ഒരു മെന്റൽ, ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഉണ്ട് അതിന്. യു ഫീൽ ഫ്രീ, യു ഫീൽ ആ ഒരു ഇൻഡിപെൻഡൻസ്. മറ്റൊരാളോട് ചോദിക്കാണ്ട് അധ്വാനിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും. അത് അധ്വാനിക്കാൻ വേണ്ടി ഒരു തൊഴിലാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. സോ ഞാൻ 2 ആൺകുട്ടികൾ ഇവിടെ ഗ്രാജുവേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ എം വെരി പ്രൗഡ്, എ വെരി ഗുഡ് ആർട്ടിസ്റ്റ്. There is nothing called ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. Anybody can do makeup. Anybody can do makeup. അതിൽ ഏൺ ചെയ്യാൻ പറ്റും. So earn, be financially independent, strong people. ഈ നെക്സ്റ്റ് ജനറേഷൻ റോൾ മോഡൽസ് ആവും നിങ്ങൾ. പിന്നീട് ഓത്തെല്ലിങ്ങിന് ശേഷം ഓരോ സ്റ്റുഡൻസും അവരുടെ ജേർണി, അവരുടെ എക്സ്പീരിയൻസ്, ഫീലിങ്സ് എല്ലാം ഷെയർ ചെയ്തു. ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വളരെ ഇമോഷണലായ, ഒരുപാട് സന്തോഷം നിറഞ്ഞ, ആഗ്രഹിച്ച് നേടിയെടുത്ത ആ ഒരു പ്രൗഡ് ഫീലിംഗ് ഉള്ള വളരെ പ്രത്യേകതയുള്ളൊരു ദിവസം തന്നെയാണ്. മേക്കപ്പ് ആർട്ടിസ്ട്രി എന്ന് പറയുന്നത് ഇപ്പോഴും പലരും വില കുറച്ച് കാണുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. എന്നാൽ എത്രത്തോളം ടാലൻറ്റും പ്രാക്ടീസും പാഷനും എല്ലാം വേണ്ട, ജെൻഡർ, ഏജ് അങ്ങനെ യാതൊരുവിധ ഡിഫറൻസും ഇല്ലാതെ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫീൽഡാണ് മേക്കപ്പ് ആർട്ടിസ്ട്രി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെയാണ് നമ്മുടെ ഗ്രാജുവേഷൻ. സ്റ്റുഡൻസ് അവരെ പഠിപ്പിച്ച മറ്റ് ടീച്ചേഴ്സിൻ്റെ ഒപ്പവും ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒപ്പമൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് നമ്മുടെ ഗ്രാജുവേഷൻ എൻഡ് ചെയ്തത്. ഫേസ് പാലറ്റിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയ എല്ലാ സ്റ്റുഡൻസിനും കൺഗ്രാജുലേഷൻസ്. നിങ്ങളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടി എല്ലാ ആശംസകളും നേരുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.